എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്ന ടോപ്പിക് ഒരു EC2 ഇൻസ്റ്റൻസ്, അതായത് ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു സെർവർ നമ്മുടെ AWSനകത്ത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ്. സോ AWSനകത്ത് നമുക്ക് ഉദ്ദേശിക്കുന്ന ലൊക്കേഷനിൽ ഒരു സെർവർ ലോഞ്ച് ചെയ്യാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ലൊക്കേഷനിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ മുംബൈ അല്ലെങ്കിൽ സിഡ്നി, ടോക്കിയോ ഇതുപോലത്തെ ലൊക്കേഷൻ സെലക്ട് ചെയ്ത് അതിനകത്ത് എവിടെ വേണമെങ്കിലും ഒരു സെർവർ ലോഞ്ച് ചെയ്യാം. സോ ഒരു EC2 ഇൻസ്റ്റൻസ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി EC2 ഇൻസ്റ്റൻസ് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാ സർവീസും അല്ലെങ്കിൽ ഓൾ സർവീസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ കമ്പ്യൂട്ട് ടാബ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് EC2 ഇൻസ്റ്റൻസ് ആക്സസ് ചെയ്യാൻ പറ്റും. സോ AWSൽ EC2 ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന പാർട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ അപ്ഡേറ്റ്. ഞങ്ങൾ റീസെൻ്റ്ലി ഒരു ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കാലിക്കറ്റിലെ ഹൈലൈറ്റ്സ് ബിസിനസ് പാർക്കിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചില കോഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി അസൂർ അല്ലെങ്കിൽ AWS അതുപോലത്തെ ക്ലൗഡ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സാണ് ഓഫർ ചെയ്യുന്നത്. താല്പര്യമുള്ളവർക്ക് നമ്മളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാം. ഞാൻ അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും ബാക്കിയുള്ള ഇൻഫർമേഷനൊക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറച്ച് പിള്ളേരെ മാത്രം സെലക്ട് ചെയ്ത് ഹയർ ചെയ്തിട്ട് അവരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിപ്പിച്ച് പ്ലേസ്മെൻറ്റിന് അസിസ്റ്റ് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസിൽ ബന്ധപ്പെടുക. സോ നമുക്ക് നമ്മുടെ EC2 ഇൻസ്റ്റൻസ് ക്രിയേഷനിലോട്ട് പോകാം. ഇത് കൂടാതെ നമ്മൾ ഓൾറെഡി AWSനെ കുറിച്ചും അസൂറിനെ കുറിച്ചും ഒരുപാട് വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ പല കോഴ്സും ഇപ്പോൾ യൂഡമി പ്ലാറ്റ്ഫോമിൽ ലൈവാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്. പല കോഴ്സും ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ചില കോഴ്സിനൊക്കെ ചെറിയ ഫീ ഉണ്ട്. താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. സോ ഇവിടെ കാണാൻ പറ്റും EC2 ഇൻസ്റ്റൻസ്. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് EC2 ഇൻസ്റ്റൻസിൻ്റെ ഹോം പേജിലോട്ട് പോകാം. ഇവിടെ നമുക്കൊരു ബ്ലോക്ക് വരുന്നത് നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ലായിരുന്നു. പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ആയിട്ട് UPI ആണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അക്കൗണ്ട് ഇതുവരെ വെരിഫൈ ചെയ്തിട്ടില്ല. അക്കൗണ്ട് വെരിഫിക്കേഷന് വേണ്ടി ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ കൊടുക്കണം. അപ്പോൾ കംപ്ലീറ്റ് യുവർ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കാം. സോ ആമസോൺ അക്കൗണ്ട് അല്ലെങ്കിൽ AWSൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് UPI പേയ്മെൻറ്റ് യൂസ് ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യണം. സോ കംപ്ലീറ്റ് യുവർ AWS രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യാം. സോ നോർമലി സംടൈം ഇത് നമ്മുടെ ഹോം പേജിലോട്ട് തന്നെ റീഡയറക്റ്റ് ചെയ്ത് പോകാനാണ് സാധ്യത. ഇങ്ങനെ ഹോം പേജിലോട്ട് അല്ലെങ്കിൽ കൺസോളിലോട്ട് റീഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് സെലക്ട് ചെയ്യാം. സോ ചില സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കൺസോളിലോട്ട് തന്നെ റീഡയറക്റ്റ് ആവും. അതായത് കംപ്ലീറ്റ് യുവർ AWS രജിസ്ട്രേഷൻ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കൺസോളിലോട്ട് തന്നെ റീഡയറക്റ്റ് ആവും. സോ ഇത്തരം സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ അക്കൗണ്ട് സെലക്ട് ചെയ്യാം. റൈറ്റ് സൈഡിൽ ടോപ്പിൽ അക്കൗണ്ട് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ പേയ്മെൻറ്റ് ടാബിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറണ്ട് പേയ്മെൻറ്റ് സിസ്റ്റം ഏതാണെന്ന് കാണാൻ പറ്റും. പക്ഷേ പേയ്മെൻറ്റ് പ്രിഫറൻസ് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. താഴെ പേയ്മെൻറ്റ് പ്രിഫറൻസ് പറയുന്നൊരു ഓപ്ഷൻ. ഇവിടെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് വെച്ച് അക്കൗണ്ട് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കാണാം. സോ ഡീഫാൾട്ട് പേയ്മെൻറ്റ് പ്രിഫറൻസിൽ കാണാം വെരിഫൈ യുവർ അക്കൗണ്ട്, യുവർ AWS അക്കൗണ്ട് ഈസ് സ്റ്റിൽ നോട്ട് വെരിഫൈഡ്, ആഡ് വാലിഡ് ക്രെഡിറ്റ് കാർഡ് ഓർ ഡെബിറ്റ് കാർഡ്. നമുക്ക് ഇപ്പോഴുള്ള ഓട്ടോ പേ വേണമെങ്കിൽ ഡിസേബിൾ ചെയ്യാം. അതായത് UPI യൂസ് ചെയ്തിട്ടുള്ള പേയ്മെൻറ്റ് ഡിസേബിൾ ചെയ്യാം. ഇവിടെ വെരിഫൈ യുവർ അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യണം. സോ ഞാനിവിടെ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ടാണ് അക്കൗണ്ട് വെരിഫൈ ചെയ്ത്. ക്രെഡിറ്റ് കാർഡ് ഓൾറെഡി ഞാൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ അത് ആക്റ്റീവ് ആകുന്നില്ലായിരുന്നു. ഇവിടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക, അതേപോലെ അഡ്രസ് ഡീറ്റെയിൽസ് കൊടുത്ത് വെരിഫൈ അക്കൗണ്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അക്കൗണ്ട് വെരിഫിക്കേഷന് വേണ്ടി ഒരു OTP ലഭിക്കും. കൂടാതെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ₹2 ഡിഡക്റ്റ് ചെയ്യും. നമ്മുടെ അക്കൗണ്ട് ആക്റ്റീവ് ആണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ₹2 ഡിഡക്റ്റ് ചെയ്യും. സോ ഈ OTP എൻ്റർ ചെയ്യുക. OTP എൻ്റർ ചെയ്യുന്നതോടുകൂടി നമ്മുടെ അക്കൗണ്ട് ആക്ടിവേഷൻ കംപ്ലീറ്റ് ആവട്ടോ. സോ നമ്മുടെ അക്കൗണ്ടിലെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ
UPI പേയ്മെൻറ്റ് മെത്തേഡ് വീണ്ടും എനേബിൾ ചെയ്യണം. ഞാനത് ഡിസേബിൾ ചെയ്തിരുന്നു ഇൻ ബിറ്റ്വീൻ. അപ്പോൾ ആഡ് പേയ്മെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്ത് UPI ഒരു പ്രാവശ്യം കൂടി എനേബിൾ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ കറണ്ട് സ്റ്റാറ്റസ് പേക്കപ്പ് പേയ്മെൻറ്റ് മെത്തേഡ് ഡിസേബിൾ ആണ്. അതായത് ഇപ്പോൾ പേയ്മെൻറ്റ് മെത്തേഡ് ഒന്നും ആക്റ്റീവ് അല്ല. അപ്പോൾ UPI ആഡ് ചെയ്യാം. ഇവിടെ നമുക്ക് നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്യാം. ഞാനിവിടെ വീണ്ടും നമ്മുടെ UPI പേയ്മെൻറ്റാണ് ആഡ് ചെയ്യുന്നത്. ഇവിടെ കാണാൻ പറ്റും 15,000 രൂപ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓട്ടോ പേ ആണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. കൂടാതെ നമ്മുടെ UPI ID എൻ്റർ ചെയ്തിട്ട് ആക്ടിവേറ്റ് ചെയ്യാം. സോ ഇവിടെ നമ്മുടെ UPI ID കൊടുത്ത് ആഡ് പേയ്മെൻറ്റ് മെത്തേഡ് ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഒരു പിൻ നമ്പർ യൂസ് ചെയ്ത് നമ്മുടെ ഗൂഗിൾ പേയുടെ പിൻ നമ്പർ യൂസ് ചെയ്ത് ഇത് ഓതൻറ്റിക്കേറ്റ് ചെയ്യണം. സോ മൊബൈലിൽ നിന്ന് നമ്മൾ ഇത് ഓതൻറ്റിക്കേറ്റ് ചെയ്യാം, വീണ്ടും ഓതൻറ്റിക്കേറ്റ് ചെയ്യാം. സോ നമ്മൾ അക്കൗണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്ത് കാണിക്കുന്നില്ല. പക്ഷെ ഒന്ന് റീഫ്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്ത് എന്ന ഡീറ്റെയിൽസ് കാണാൻ പറ്റും. മാത്രമല്ല ഇനി EC2 ഇൻസ്റ്റൻസ് ലോഞ്ച് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു ഇഷ്യൂ ഇല്ലാതെ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനിയും ഒരു പ്രാവശ്യം കൂടി EC2 ഇൻസ്റ്റൻസ് ലോഞ്ച് ചെയ്യാൻ ശ്രമിക്കാം. കമ്പ്യൂട്ടർ ടാബിൽ EC2 ഇൻസ്റ്റൻസ് സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ മെയിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി കാണാൻ പറ്റും നമ്മുടെ അക്കൗണ്ട് ആക്റ്റീവായി എന്ന് പറഞ്ഞാൽ മെയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ് ഫെയിലായിരുന്നു. ക്രെഡിറ്റ് കാർഡ് എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടാണ് തോന്നുന്നു അത് ഫെയിലായിരുന്നു. എന്തായാലും ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്ത് നമ്മൾ അക്കൗണ്ട് ആക്റ്റീവ് ആക്കിയിട്ടുണ്ട്. ഇനി ലോഞ്ച് ഇൻസ്റ്റൻസ് എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് EC2 ഇൻസ്റ്റൻസ് ലോഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നമ്മൾ കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യണം. നമ്മുടെ സെർവറിൻ്റെ കുറച്ച് ബേസിക് ഡീറ്റെയിൽസ്. സെർവറിന് നമ്മളൊരു പേര് സ്പെസിഫൈ ചെയ്യണം ഫസ്റ്റ് തന്നെ. ഞാനിവിടെ മൈ ഡെമോ EC2 സെർവർ അല്ലെങ്കിൽ മൈ ഡെമോ EC2 ഇൻസ്റ്റൻസ് അങ്ങനത്തെ ഒരു പേര് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ ആമസോൺ മെഷീൻ ഇമേജ്, അതായത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെലക്ട് ചെയ്യുക എന്നാണ്. ഇത് ശരിക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും കുറച്ച് അഡീഷണൽ സോഫ്റ്റ്വെയറും കൂടി ഇൻസ്റ്റാൾ ചെയ്ത് വരുന്ന ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇമേജ് സെലക്ട് ചെയ്തിട്ട് ആണ് നമ്മൾ നമ്മുടെ സെർവർ ലോഞ്ച് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ പോകുന്നത്. ഇവിടെ ആമസോണിൻ്റെ, ലിനക്സിൻ്റെ അങ്ങനെ ഒരുപാട് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഓപ്ഷൻ കാണാൻ പറ്റും. ഈവൻ ഉബുണ്ടുവിൽ തന്നെ നമുക്ക് പല വെറൈറ്റി കാണാൻ പറ്റും. ഈവൻ വിൻഡോസ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ വിൻഡോസിൻ്റെ പല വെർഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. വിൻഡോസ് സെലക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഓപ്ഷൻ ചേഞ്ച് ആവും. അത് കൺഫേം ചേഞ്ചസ് കൊടുക്കുക. ഇവിടെയും കാണാൻ പറ്റും വിൻഡോസിൻ്റെ തന്നെ പല വെർഷൻസ് അവൈലബിൾ ആണ്. അതിൽ ചില വെർഷനൊക്കെ ഫ്രീ ടയർ എലിജിബിൾ ആണ്. അപ്പോൾ ഞാൻ അതിലൊരു വെർഷൻ, ഡീഫോൾട്ടായിട്ടുള്ള ഒരു വെർഷൻ സെലക്ട് ചെയ്തിട്ട് പ്രൊസീഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വെർഷൻ വേണമെങ്കിലും അവൈലബിൾ ആയിട്ടുള്ള ഫ്രീ ടയറിൽ എലിജിബിൾ ആയിട്ടുള്ളത് വേണമെങ്കിൽ അത് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റു ഓപ്ഷനും സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഫ്രീ ടയറിൽ എലിജിബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ യൂസ് ചെയ്ത് പ്രൊസീഡ് ചെയ്യാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. നമ്മൾ സെലക്ട് ചെയ്ത് AMI ആമസോൺ മെഷീൻ ഇമേജിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. ഇതൊരു മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കോൺഫിഗറേഷനാണ്, നമ്മുടെ സെർവറിൻ്റെ കോൺഫിഗറേഷൻ. ഞാനിവിടെ T3 മൈക്രോ അറിയുന്ന ഒരു ഓപ്ഷനാണ് എടുക്കുന്നത്. ഇതും ഫ്രീ ടയർ എലിജിബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കോൺഫിഗറേഷനാണ് എടുക്കുന്നത്. ഇവിടെ ഫ്രീ ടയർ എലിജിബിൾ ആയിട്ടുള്ള വേറെ കുറച്ച് കോൺഫിഗറേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ തൽക്കാലം T3 മൈക്രോ അറിയുന്ന ഒരു കോൺഫിഗറേഷൻ എടുത്ത് പ്രൊസീഡ് ചെയ്യാണ്. ക്രിയേറ്റ് ന്യൂ കീ പെയർ, ഇത് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഓപ്ഷനാണ്. കാരണം നമ്മുടെ സെർവർ ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു കീ പെയർ വേണം. ഈ ഒരു കീ പെയർ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും സെക്യൂർ ആയിട്ട് വെക്കണം. ഈ ഒരു കീ പെയർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ സെർവർ ആക്സസ് ചെയ്യാം. സോ ഒരു പേര് കൊടുത്ത് ഡൗൺലോഡ് ചെയ്യാം. ഓൾറെഡി ഉള്ളൊരു കീ പെയർ വെച്ചിട്ടും വേണമെങ്കിൽ നമുക്ക് സെർവർ ആക്സസ് ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മുടെ അക്കൗണ്ടിൽ ഒറ്റ കീ പെയർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനൊരു പുതിയ കീ പെയർ ഡൗൺലോഡ് ചെയ്ത് വെക്കുകയാണ്. ഇത് നമ്മൾ ആക്സസ് ചെയ്യാൻ വേണ്ടി ലേറ്റർ യൂസ് ചെയ്യും. അപ്പോൾ തൽക്കാലം ഞാൻ മറ്റൊരു ഫോൾഡറിനകത്ത് ഇത് സേവ് ചെയ്ത് വെക്കുന്നത് EC2 കീ എന്ന് പറഞ്ഞിട്ട്. അതായത് ഈ ഒരു കീ പെയർ നമ്മൾ നമ്മുടെ വെർച്വൽ മെഷീനിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പിന്നീട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത്ര തന്നെ. ഇനി അടുത്ത ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ഡീറ്റെയിൽസാണ്. ഞാനിപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഏതൊക്കെ തരത്തിലുള്ള ട്രാഫിക്കാണ് അലോ ചെയ്യേണ്ടത് എന്ന് നമുക്ക് എഡിറ്റ് ചെയ്യാം. സോ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും കൂടുതൽ ഡീറ്റെയിൽസ്, കോൺഫിഗറേഷനൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും. ഞാനിപ്പോൾ ഡീഫോൾട്ടായിട്ടുള്ള കോൺഫിഗറേഷൻ യൂസ് ചെയ്ത് പ്രൊസീഡ് ചെയ്യാണ്, ഒരു മാറ്റം വരുത്തുന്നില്ല. നോർമലി നമുക്ക് RDP കണക്ഷൻ മാത്രം മതി. പക്ഷേ വേണമെങ്കിൽ HTTPയും HTTPS ഒക്കെ എനേബിൾ ചെയ്യാം.
എസ്പെഷ്യലി ഇതൊരു വെബ് സെർവറാക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ. ഞാനിപ്പോൾ ഡെമോക്ക് വേണ്ടി ജസ്റ്റ് എനേബിൾ ചെയ്തിട്ടുള്ളൂ. നമുക്ക് ജസ്റ്റ് RDP കണക്ഷൻ മാത്രം മതി. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഓപ്ഷനാണ് നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള മെമ്മറി അല്ലെങ്കിൽ സ്റ്റോറേജ്. ഇവിടെ ഇപ്പോൾ റൂട്ട് വോളിയം എത്രയാണ് സെലക്ട് ചെയ്യുക എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. 30 GB നമുക്ക് ഫ്രീ ടയറിൽ എലിജിബിളാണ്, അത് യൂസ് ചെയ്യാം. ഇവിടെ മറ്റു ഓപ്ഷൻ അല്ലെങ്കിൽ അഡീഷണൽ വോളിയം അല്ലെങ്കിൽ സ്റ്റോറേജ് ഡിവൈസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. ഇനി അഡ്വാൻസ്ഡ് ഡീറ്റെയിൽസിൽ ഒരുപാട് കോൺഫിഗറേഷൻ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. സോ ഇതിൽ മിക്ക ഓപ്ഷൻസും ഏകദേശം ഒരു വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന അത്രയും വലിയ ടോപ്പിക്കാണ്. ഞാനിപ്പോൾ എല്ലാ കോൺഫിഗറേഷനും ഇവിടെ കാണിക്കുന്ന എല്ലാ കോൺഫിഗറേഷനും ഡിഫാൾട്ട് വെച്ച് പ്രൊസീഡ് ചെയ്യാണ്. നമുക്ക് പിന്നീട് സമയം കിട്ടുന്ന സമയത്ത് ഇമ്പോർട്ടൻറ്റ് കോൺഫിഗറേഷൻ ഓരോന്നോരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഞാനിവിടെ ഒരൊറ്റ കോൺഫിഗറേഷൻ മാറ്റുന്നില്ല. എല്ലാ കോൺഫിഗറേഷനും ഡിഫോൾട്ടായിട്ട് എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു കോൺഫിഗറേഷൻ മാത്രം യൂസ് ചെയ്ത് പ്രൊസീഡ് ചെയ്യാണ്. സോ നമ്മുടെ സെർവർ ആക്സസ് ചെയ്യാൻ ഈ ഒരു കോൺഫിഗറേഷനൊന്നും യാതൊരു രീതിയിൽ ബുദ്ധിമുട്ടാവില്ല. പക്ഷേ നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ പല കോൺഫിഗറേഷനും നമ്മുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് മാറ്റം വരുത്തേണ്ടി വരും. എന്തായാലും ഈ ഒരു മിനിമം കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ബേസിക് ഡിഫോൾട്ട് കോൺഫിഗറേഷൻ വെച്ച് നമുക്ക് നമ്മുടെ സെർവർ ലോഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് സമ്മറി കാണാം. നമ്മൾ ഇതുവരെ സെലക്ട് ചെയ്ത എല്ലാ കോൺഫിഗറേഷൻ്റെയും ഒരു ബേസിക് സമ്മറി കാണാം. ഇത് കൂടാതെ എത്ര ഇൻസ്റ്റൻസ്, ഈ ഒരു കോൺഫിഗറേഷനിൽ എത്ര ഇൻസ്റ്റൻസ് ലോഞ്ച് ചെയ്യണം എന്ന് നമുക്ക് ഇവിടെ പറയാം. ഞാനിപ്പോൾ ഒറ്റ ഇൻസ്റ്റൻസ് സെലക്ട് ചെയ്ത് ലോഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. സോ നമ്മൾ ലോഞ്ച് കൊടുത്തു. നമ്മുടെ ഇൻസ്റ്റൻസ് ലോഞ്ച് ആവുന്ന ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മുടെ EC2 ഇൻസ്റ്റൻസ് ലോഞ്ച് ആയി കഴിയും. അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ ഈ ഒരു ID ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ EC2 ഇൻസ്റ്റൻസ് റണ്ണിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പക്ഷേ അക്കൗണ്ട് അല്ലെങ്കിൽ ഈ ഒരു EC2 ഇൻസ്റ്റൻസ് ഇപ്പോഴും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അത് അതിൻ്റെ സ്റ്റാറ്റസ് ഫുള്ളായിട്ട് മാറാൻ കുറച്ച് സമയം എടുക്കും. സോ നമ്മൾ ഈ ഇൻസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, EC2 ഇൻസ്റ്റൻസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ AWSനകത്ത് ഈ ഒരു ലൊക്കേഷനകത്ത് ഉള്ള എല്ലാ EC2 ഇൻസ്റ്റൻസും ലിസ്റ്റ് ചെയ്യും. സോ ഇവിടെ ഇപ്പോൾ ഒരൊറ്റ ഇൻസ്റ്റൻസ് ആണുള്ളത്. അതിപ്പോൾ സ്റ്റാറ്റസ് റണ്ണിങ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതായത് നമുക്കിനി ഈ ഒരു EC2 ഇൻസ്റ്റൻസ് കണക്ട് ചെയ്യാം. സോ ഇത് സെലക്ട് ചെയ്യുക. ഇവിടെ കണക്റ്റ് അറിയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. RDP കണക്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ RDP ടാബ് സെലക്ട് ചെയ്യുക. ഡൗൺലോഡ് റിമോട്ട് ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു റിമോട്ട് ഡെസ്ക്ടോപ്പിലോട്ട് വേണ്ട ഒരു കോൺഫിഗറേഷൻ സെറ്റ് ചെയ്ത ഒരു RDP ഫയലാണ് ഡൗൺലോഡ് ചെയ്യുക. അതായത് അതിൻ്റെ IP അഡ്രസ്സൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈവൻ പാസ്വേഡ് വരെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പാസ്വേഡ് അടിക്കണമെങ്കിൽ അല്ലെങ്കിൽ പാസ്വേഡ് എൻ്റർ ചെയ്യണമെങ്കിൽ നമുക്ക് ആ പ്രൈവറ്റ് കീ അപ്ലോഡ് ചെയ്തിട്ട് ഡിക്രിപ്റ്റ് ചെയ്യണം. സോ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച പ്രൈവറ്റ് കീ അപ്ലോഡ് ചെയ്യാം, എന്നിട്ട് ഡിക്രിപ്റ്റ് കൊടുക്കുക. അപ്പോൾ ഒരു പാസ്വേഡ് പുതിയത് കാണാം. ഈ ഒരു പാസ്വേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ വെബ് സെർവർ അല്ലെങ്കിൽ സെർവർ ആക്സസ് ചെയ്യാം. സോ RDPയിലോട്ട് പോയിട്ട് ഈ ഒരു പാസ്വേഡ് പേസ്റ്റ് ചെയ്യാം, എന്നിട്ട് ഓക്കെ കൊടുക്കാം. ഇനി റിമെമ്പർ വേണമെങ്കിൽ റിമെമ്പർ കൊടുക്കാം. അടുത്ത പ്രാവശ്യം നമ്മൾ കോപ്പി ചെയ്തെടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. സോ നമ്മൾ നമ്മുടെ EC2 ഇൻസ്റ്റൻസിലോട്ട് കണക്റ്റ് ചെയ്യുകയാണ്. നമ്മുടെ EC2 ഇൻസ്റ്റൻസ് ലോഡാവുന്ന കാണാം. നമ്മുടെ സെർവറിൻ്റെ കോൺഫിഗറേഷൻ വളരെ ബേസിക്കാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് സ്ലോയിലാണ് സെർവർ റെസ്പോണ്ട് ചെയ്യുക. പക്ഷേ നമ്മളൊരു പ്രൊഡക്ഷൻ സിസ്റ്റം കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ചെയ്യുന്ന ഒരു കോൺഫിഗറേഷനാണ് എടുക്കുക. ഇതിപ്പോൾ ഫ്രീ ടയർ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബേസിക് കോൺഫിഗറേഷൻ എടുത്ത്. കൂടാതെ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും വളരെ പുതിയതാണ്. സോ നമ്മുടെ EC2 ഇൻസ്റ്റൻസ് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാനിവിടെ വെച്ച് ഡിസ്കണക്റ്റ് ചെയ്യാണ്. സോ ഡിസ്കണക്റ്റ് ചെയ്ത് നമ്മൾ ഡിസേബിൾ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നോർമലി ചാർജ് ചെയ്യില്ല. കാരണം നമ്മൾ ഫ്രീ ടയറാണ്. പക്ഷേ എങ്കിലും ഫ്രീ ടയറിൻ്റെ ലിമിറ്റ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പിന്നീടൊക്കെ ചാർജ് ചെയ്യാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ തന്നെ ഈ ഒരു EC2 ഇൻസ്റ്റൻസ് ഇപ്പോൾ തന്നെ ടെർമിനേറ്റ് ചെയ്ത് കളയാണ്. സോ ഇവിടെ കാണാൻ പറ്റും നമ്മുടെ EC2 ഇൻസ്റ്റൻസ്. ഈ ഒരു ഓപ്ഷൻ വെച്ച് നമുക്ക് നമ്മുടെ ആക്സസ് ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് ഡിസ്കണക്ട് ചെയ്യാം. പക്ഷേ EC2 ഇൻസ്റ്റൻസ് ഇപ്പോഴും റണ്ണിങ് ആണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാം. നമ്മുടെ കമ്പ്യൂട്ടർ ഇപ്പോഴും റണ്ണിങ് ആണ്. അത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻസ് എന്ന ഓപ്ഷനിൽ ഇൻസ്റ്റൻസിൻ്റെ സ്റ്റാറ്റസ്
സ്റ്റോപ്പ് ഇൻസ്റ്റൻസ്, റീബൂട്ട് ഇൻസ്റ്റൻസ്, ടെർമിനേറ്റ്, ഈ 3 ഓപ്ഷൻ കാണാൻ പറ്റും. നമുക്ക് സ്റ്റോപ്പ് കൊടുത്തിട്ട് നമുക്ക് ഈ ഇൻസ്റ്റൻസ് തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഈവൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ കൂടി നമ്മുടെ ഇൻസ്റ്റൻസിൻ്റെ IP അഡ്രസ്സിനും അതേപോലെ ഇലാസ്റ്റിക് ബ്ലോക്ക്, അതായത് നമ്മുടെ സ്റ്റോറേജിനൊക്കെ നമ്മൾ പേ ചെയ്യേണ്ടി വരും. നമ്മുടെ കമ്പ്യൂട്ട് ഇൻഫ്രാസ്ട്രക്ചർ മാത്രമേ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ പേയ്മെൻറ്റിൽ നിന്ന് ഒഴിയുള്ളൂ. അതായത് സ്റ്റോറേജിനും EC2 ഇൻസ്റ്റൻസിൻ്റെ IP അഡ്രസ്സിനും നമ്മൾ പേ ചെയ്യേണ്ടി വരും. ഇപ്പോൾ തൽക്കാലം ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു. സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഞാൻ ടെർമിനേഷൻ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സോ ആ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി തൽക്കാലത്തേക്ക് സ്കിപ്പ് OS ഷട്ട് ഡൗൺ വേണമെങ്കിൽ കൊടുത്തിട്ട് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നില്ല, തൽക്കാലം സ്റ്റോപ്പ് കൊടുക്കുന്നു. ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ഇൻസ്റ്റൻസ് റണ്ണിങ്ങിൽ നിന്ന് സ്റ്റോപ്പിങ്ങിലോട്ട് പോകുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ സിസ്റ്റം ഡിലീറ്റ് ആയിട്ടില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും യൂസ് ചെയ്യാം. ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി, പെർമനൻ്റ്ലി ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഇൻസ്റ്റൻസിൽ കയറിയിട്ട് ടെർമിനേറ്റ് അറിയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും സ്റ്റാർട്ട് ഇൻസ്റ്റൻസ്, അതായത് നമ്മുടെ ഇൻസ്റ്റൻസിനെ വീണ്ടും ഓൺ ആക്കുക അല്ലെങ്കിൽ റീബൂട്ട് ചെയ്യുക, അങ്ങനത്തെ ഓപ്ഷനൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഞാനിപ്പോൾ ടെർമിനേറ്റ് അറിയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ടെർമിനേറ്റ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ EC2 ഇൻസ്റ്റൻസിലെ മുഴുവൻ കാര്യങ്ങളും നഷ്ടപ്പെടും. അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അതിനൊരു ഇൻഫർമേഷനും റിക്കവർ ചെയ്യാൻ പറ്റില്ല. ഇത് പെർമനൻ്റ്ലി ഡിലീറ്റ് ആണ്. സോ ഞാൻ ടെർമിനേറ്റ് അറിയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ ഇൻസ്റ്റൻസ് ഡിലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റോപ്പിംഗ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് നേരം റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും അത് ടെർമിനേറ്റഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലെത്തിയിട്ടുണ്ടാവും. സോ ഇങ്ങനെയാണ് ഒരു EC2 ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നതും അതിലോട്ട് ആക്സസ് ചെയ്യുന്നതും അതുകൂടാതെ അത് ടെർമിനേറ്റ് അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുന്നതും. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.